വെൽക്കം ടു റീഗൽ ജുവൽസ് പ്രസൻസ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. പരിപാടി തുടങ്ങാം. ലെറ്റ്സ് വെൽക്കം ഷാജോൻ ചേട്ടൻ, നസീർക്ക ആൻഡ് ഒസീസിക്ക. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഇത് ഐറ്റം വേറെ. അതാണ് ഇത് എന്തോ ഒരു പരിപാടി. കാരണം നമ്മളോടൊരു ക്ലൂ തരായിരുന്നു അല്ലേ? ഞങ്ങൾ മോഡേൺ ആയിട്ട് വന്ന് ഷാജോൻ ചേട്ടൻ ട്രഡീഷണൽ ആയിട്ട് വന്നത് വളരെ മോശം. അല്ല, ഓണം അല്ല, വിഷു അല്ല, ഒന്നും അല്ല. അതല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്യൂമർ ഉണ്ട്, പേഴ്സണൽ കോസ്റ്റ്യൂമർ ഉണ്ട്, രശ്മി നമ്മളോട് പറഞ്ഞു നമ്മൾ ഇവിടെ വന്ന് ഞെട്ടിക്കണം. കാര്യം നിങ്ങൾ 3 പേരും എനിക്കറിയാം കിടുക്കം പരിപാടികളുമായിട്ട് ഇവിടെ വരുവുള്ളൂ കോസ്റ്റ്യൂം സൈഡിൽ. അപ്പൊ എന്നോട് പറഞ്ഞു ചേട്ടാ അവരോട് പറയരുത് നമ്മൾ എന്താണ് നമ്മൾ ട്രൈ പരിപാടിയാണ്. അതെ, രശ്മിയുടെ ഐഡിയ ആണ്. അപ്പം രശ്മിയോട് പറഞ്ഞു നമ്മൾ പറയണം, നമ്മൾ ഞെട്ടിക്കുന്നു. കാര്യം എന്തായാലും ഇത് ഐറ്റം വേറെ, ഇത് ഐറ്റം വേറെ ആയിട്ടുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും. പക്ഷെ ഞാൻ പെട്ട അണ്ണന്റെ അതേ ആത്മാർത്ഥത എനിക്ക് നസീർക്കായാലും ഉണ്ടായിട്ടുണ്ട്. കാരണം നസീർക്ക ഇപ്പോൾ നമ്മളൊരു ഷൂട്ടിന് പോയാൽ, നസീർക്ക ഇപ്പോൾ ഒരു പടത്തിന്റെ ഡേറ്റ് കിട്ടിയാൽ നസീർക്ക ആ ഷൂട്ടിന്റെ അന്നല്ല പോകുന്നത്, തലേന്ന് പോകും. അതുപോലെ നമ്മുടെ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി ഞങ്ങൾ ഷൂട്ടിന്റെ അന്നാണ് വന്നത്. പക്ഷെ നസീർക്ക തലേന്ന് ഈ ഫ്ലോറിൽ വന്നു. ഈ ഫ്ലോറിൽ വന്നിട്ട് എന്നെ വിളിച്ചുകൂടാ, ഗംഭീര ഫ്ലോർ പോനെ, ഞാൻ ഇന്ന് വരെ കണ്ടില്ലാത്ത ഗംഭീര ഫ്ലോർ. പക്ഷെ ഒരു ചാനലില്ലാത്ത ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്, സെൻട്രൽ AC. നിന്ന് എന്റെ പൊന്നു മോനെ തണുപ്പാട് വരും. നമുക്കൊരു കാര്യം, കോസ്റ്റ്യൂം എല്ലാ എപ്പിസോഡിലും ജാക്കറ്റ് പറയാം എന്ന്. പിന്നെ വേറൊരു കാര്യം, പേടിക്കണ്ട, നല്ല തണുപ്പ് വരുന്ന സമയത്ത് ഇവിടെ പന്തം കത്തിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ചൂട് കായാം എന്ന് എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനതങ്ങ് വിട്ടു. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് സംഭവം എനിക്ക് മനസ്സിലായത് പന്തം എന്താണെന്ന്. അത് കഴിഞ്ഞ് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാനും പോയില്ല. മൂത്താളല്ലേ സീനിയറല്ലേ, ഞാൻ അതങ്ങ് വിട്ടു. പക്ഷേ ഇന്ന് നേരത്തെ എപ്പിസോഡിൽ അവിടെ ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നമ്മളെ സൈഡ് വലുതായിട്ട് ചൂട് തണുപ്പടിക്കാത്തതിന്റെ കാര്യം എന്തറിയാമോ, നമ്മളെ പുറകിലും പന്തമുണ്ട്. മതിയായെങ്കിൽ നിർത്തിക്കൂടെ ഇത് എപ്പോ എഴുതിയുണ്ടാക്കുന്ന ഈ കഥ സ്റ്റോറി? എന്റെ ദൈവമേ, എനിക്ക് സ്വന്തമായിട്ട് കഥ എഴുതാൻ അറിഞ്ഞൂടാ, ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പോലും അറിഞ്ഞു. നസീർക്ക, ഇത് സംഭവം എഴുതി ഉണ്ടാക്കിയതാണല്ലോ, ഒറിജിനൽ ആണല്ലോ, അതിലെ ആത്മാർത്ഥത എടുക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ആത്മാർത്ഥതയുള്ള നസീർക്കയുടെ കൂടെ ഞങ്ങൾ 3 പേരും പരിപാടി തുടങ്ങാൻ പോവാണ്. പന്തത്തിന്റെ അടുത്തിരിക്കും, അങ്ങോട്ട് പോകാം. ഈ പന്തം ഐറ്റം വേറെ. നസീർക്ക ഇതൊന്നും കേട്ട് നീ ഇനി ചെയ്യണ്ട, വാ പോവാം, വാ. ബോയ്സ്, അടുത്ത സ്കിറ്റിനുള്ള ആൾക്കാർ റെഡിയാണ്, വിളിക്കട്ടെ? ഓക്കേ, കം ഓൺ ബോയ്സ്. ഒന്നാമത്തെ പാഠം ഇത് ഓർമ്മ വെച്ചോണം. എന്ത് സ്റ്റെപ്പ് നിങ്ങളുടെ ഇട്ടാലും ഇത് മറക്കരുത്. അത് മറക്കരുത്. അതിൽ വേണം നിർത്താൻ. ഒരു വിരുന്നുകാർ വീട്ടിൽ വരുമ്പോ കോഴിയെ പിടിക്കാൻ ഓടിക്കല്ലേ. പുതിയ സ്കിറ്റായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഷാജോൻ ചേട്ടാ, നിങ്ങൾ വരുമ്പം തന്നെ നമുക്കൊരു പ്രത്യേക എനർജിയാണ്. ഷജീർ, വിനോദ് ആൻഡ് സുമി, എന്തായാലും നല്ല സ്കിറ്റാന്ന് വിചാരിക്കുന്നു. അടിച്ചു പൊളിക്കണം. നല്ല റിഹേഴ്സൽ ഒക്കെ ചെയ്തില്ലേ? ഓക്കെ, അത് മതി. ഗംഭീരമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇത് ഐറ്റം വേറെ. സുമിയെ കൊണ്ട് ഇവിടെ പറയിപ്പിച്ചിട്ട് പോയാൽ മതി. എന്താ പറഞ്ഞില്ല, ഐറ്റം വേറെ പറഞ്ഞില്ല. അല്ല, ഇങ്ങനെ താളത്തി പറഞ്ഞു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല, ഈ സ്കിറ്റിലുള്ള ആളല്ലേ? ഐറ്റം വേറെ. അപ്പൊ റെഡി, 3, 2, 1. ഇത് ഐറ്റം വേറെ. അവര് മിണ്ടായിരുന്നു. അവര് മിണ്ടില്ല. ഒരു ടീമല്ലേ നിങ്ങള്? അതപ്പോ സുമി മിണ്ടുമ്പോ മിണ്ടണോ? 3, 2, 1. ഇത് ഐറ്റം വേറെ. ഓക്കെ, നീ പോകട്ടെ. ഇത് ഐറ്റം വേറെ. ഹലോ, അതെ 2 ദിവസത്തെ ലീവിന് വേണ്ടി ഞാൻ നാട്ടിലേക്ക് വന്നു. എന്റെ അളിയൻ ആഹ്ലാദം നടത്തുന്ന ഉത്സവം. ആ ഉത്സവത്തിന് ഒരു സെലിബ്രിറ്റി ഗായികയുടെ ഒരു ഗാനമേള അളിയൻ സ്പോൺസർ ചെയ്തു. ആ ഗാനമേളയില് ആ ഗായികയുടെ കൂടെ എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അളിയൻ നിർബന്ധിച്ചു. ഞാൻ അളിയൻ എന്റെ കാല് പിടിക്കുന്നു, നിർബന്ധിക്കുന്നു. ഞാൻ അളിയന്റെ കാല് പിടിക്കുന്നു, നിർബന്ധിക്കുന്നു. അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളും. അളിയാ, നോക്കുന്നവന്റെ മുതുകത്ത് ഏണി വെച്ച് കേറല്ലേ. എന്താണ് അളിയൻ ഇങ്ങനെ ഒരു വർത്താനം? എടാ, എന്റെ അമ്മയുടെ ഓർമ്മ ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ ഉത്സവം നടത്തുന്നത്. അത് അളിയന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഉത്സവം നടത്തുന്നത്. ആണല്ല, അതാണ് എനിക്ക് ടെൻഷൻ. അതിന് വേണ്ടിയാണ് ഞാൻ ഗാനമേള ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെ. ആദ്യം ഗായിക ഒന്ന് ഇവിടെ എന്റെ വീട്ടിലൊന്ന് വരട്ടെ, വന്നിട്ട് ഞാൻ അവളോടൊന്ന് സംസാരിക്കും. എന്റെ അളിയൻ ഒരു പാട്ട് പാടണം, നീ ഒരു അവസരം കൊടുക്കുമെന്ന്. അങ്ങനെ അവരവസരം തന്നാൽ നിനക്ക് പാടാം. അവരവസരം തരുമല്ലോ. അതൊക്കെ
അടുത്ത അരിവട ഞാനല്ലേ പറയണത്. പിന്നെ എനിക്ക് വേറൊരു ടെൻഷൻ ഉണ്ട്. വേറെ ടെൻഷൻ? ഇപ്പൊ ഈ ഗവൺമെന്റ് 10 മണിക്ക് ശേഷം മൈക്ക് സാങ്ഷൻ ഇല്ലാണ്ടാക്കിയല്ലോ. അങ്ങനെ വരുമ്പോ ഈ 10 മണി വരെ ഞാൻ എങ്ങനെ ഈ 100 പാട്ട് പാടി ഒപ്പിക്കുന്നതാണ്. ഈ ഗാനമേള 10 മണി വരെ പോകുകയല്ല. കാര്യം 7 മണിക്ക് തുടങ്ങി 7:30 തീരും. കാര്യം നീ അല്ലേടാ ഇത് പാടണത്. എന്റെ അളിയനിങ്ങനെ ഒന്ന് പറഞ്ഞു കൊച്ചാക്കല്ലേ. എന്റെ ശംഭു മോനെ, ഇതാണ് ഞാൻ പറഞ്ഞത് കൊച്ചാക്കല്ലേ. ഇപ്പൊ ഞാൻ ശംഭു അല്ല, എന്റെ പേര് ആഘോഷ് കുമാർ. എന്ത് അളിയൻ വിളിച്ച ഗായികയുടെ പേര് എന്തോണ്ട് വലിയ പേരല്ലേ. അപ്പൊ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്റെ പേര് ആഘോഷ് കുമാർ നാക്കി. അളിയൻ വിളിച്ച ഗായികയുടെ പേരെന്തായിരുന്നു? ഇത് അവളുടെ പേര് ഒരു വെറൈറ്റി സാധനമാണ്. ഒരു മിനിറ്റ് ഞാൻ ചങ്കല ബിലകല ജങ്കോ എന്താ? അതെ, ചിലങ്ക ചഞ്ചൽ. അല്ല, ഇതെന്താണ് നോക്കി വായിക്കണത്? എനിക്ക് കിട്ടിയല്ലെന്ന് പെട്ടെന്ന്. എന്റെ അളിയൻ വിളിച്ച ഗായികയാണ്. ആ ഗായികയുടെ പേര് നോക്കി പറയാൻ പാടില്ല. അവർക്ക് നാണക്കരണ്ട. ഇത് നോക്കി എക്സ്ക്യൂസ് മീ, ഇതല്ലേ മിസ്റ്റർ പ്രഹ്ലാദിന്റെ വീട്? ആഹ്ലാദൻ. ഓ, അതിന്റെ വീട് തന്നെ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? പറയേണ്ട കാര്യം നമുക്കറിയാൻ പാടില്ല. ചിലന്തി ചങ്ങലയെ ചങ്ങല വിഴുങ്ങി. ചങ്ങല വിഴുങ്ങിയ ചങ്ങല കുടുങ്ങി. ചങ്ങല കുടുങ്ങിയ ആ പേപ്പറേക്ക് എന്താ ഇവിടെ? അങ്ങനെ ഓരോരോ കാര്യങ്ങള്. പേരൊന്ന് പറയാമോ? ഇറ്റ്സ് മീ ചിലങ്ക ചഞ്ചൽ. അത് എനിക്കറിയാം, ഇവനറിയില്ലല്ലോ. അതെ, ഞാൻ ചുരുക്കിട്ട് ഇറ്റ്സ് മീ എന്ന് വിളിച്ചോട്ടെ. അല്ല, ആക്ച്വലി എന്റെ പേര് ചിലങ്ക ചഞ്ചൽ എന്നാണ്. ശരിക്കും പേര് ഇവിടെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്? എന്താ ഇങ്ങനെ കുലുക്കിയെടുത്ത് വായിലൂടെ? അല്ല, ഞാൻ എപ്പോ പേര് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ സ്റ്റൈലിലേ പറയുള്ളൂ, ചിലങ്ക ചഞ്ചൽ. ആക്ച്വലി ഞാൻ 2 വർഷമായിട്ട് ദുബായിലായിരുന്നു. ദുബായിൽ ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ. അങ്ങനെ വന്ന് എടാ, വെള്ളമില്ലാത്തടത്ത് നീന്തിക്കരണ വള്ളക്കാരാ നീ. എങ്ങോട്ടാ ഒരു ആവേശത്തിലേക്ക് കേറി? അങ്ങനെ കേറണ്ട. അതെ അതെ അതെ, കുറച്ച് കഴിയുമ്പോ ഞാനൊരു സ്നാപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് വൃത്തിയോടാണ് നീ പറഞ്ഞത്? നീ ഇവിടെ വെച്ച് ഇപ്പൊ എന്താ നീ പറഞ്ഞത്? എന്റെ അടുത്ത് പറയണം. അളിയാ, എന്താ ഞാൻ എടുത്ത് കണ്ട് വേണമെങ്കിൽ അളിയനൊന്ന് എടുത്തോ. അയ്യേ, ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു പ്രധാന കാര്യം പറയാനായിട്ടാണ് ലൈവിൽ വന്നേക്കുന്നത്. ഇന്ന് എന്റെ പ്രോഗ്രാം നടക്കാനിരുന്നത് മുട്ടോ എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്ത് വെച്ചിട്ടാണേ. അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും കൂട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ പ്രോഗ്രാം കാണാൻ വരണം കേട്ടോ. ഓക്കെ കേട്ടോ. സ്പോൺസറിനെ കൂടി ഒന്ന്. നമ്മുടെ ഈ പ്രോഗ്രാം വരെ ചേട്ടനാണ് സ്പോൺസർ ചെയ്യുന്നത്. ഓക്കെ, ബൈ. ആക്ച്വലി ഞാൻ എപ്പോഴും സ്പോർട്ടിംഗ് സ്ഥലത്തേക്കാണ് പോവാറല്ല സ്പോട്ട്. ഇവിടെയാണ് സ്പോട്ടെ. അതെനിക്കറിയാം. എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചെന്ന്? അതായത് ഇവിടെ വരുന്നു, ഇച്ചിരി ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഒരുമിച്ച് പോയി പരിപാടി നടത്തുന്നു. ആയിക്കോട്ടെ, ഇപ്പൊ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചെന്ന് പറയൂ. ഇത് എന്റെ അളിയനാണേ. ഓ, ഇവനൊരു പ്രവാസിയാണ്. നല്ല പേര്, പ്രവാസ്. പ്രവാസി ആഘോഷ് കുമാർ എന്ന പേര് പ്രവാസിയാണ്. ഓ, പ്രവാസിയാണ്. ഓക്കെ, ശരി. അതിനുപരി ഒരു ഗായകനാണ്. ഓക്കെ. പിന്നെ അതിനുപരി മറ്റെടുത്ത ടാലന്റ് ഉള്ള ഒരുത്തനാണ്. ഈ ഒന്നിൽ കൂടുതൽ കഴിവുള്ള ആളെ പറയൂലേ നമ്മള്. മൾട്ടിപ്പിൾ ടാലന്റ്. യെസ്, അത് നമുക്കറിയാം. അപ്പൊ എന്റെ പാട്ടിന്റെ കാര്യം പറ. അപ്പൊ പാട്ടൊക്കെ പാടാൻ അറിയോ? കൊള്ളാം. 5 വർഷമായിട്ട് ഞാൻ ചെമ്പിലല്ലായിരുന്നു. പുഴുങ്ങാങ്കറി നിന്നാണോ? അതല്ലെന്ന് മറ്റേ പാട്ടൊക്കെ. ഓ, ചെമ്പൈ. ചെമ്പിലായിരുന്നു. സംഗീതത്തെ പറ്റിയൊക്കെ? സംഗീതം അറിയും തോറും മകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അതും തേടി. എന്തിനാണ് എന്റെ മുഖത്ത് നോക്കി നുണ പറയുന്നത്? നിന്നെ കഴുത്തിനടുത്ത് കടലിൽ എറിയല്ലായിരുന്നു. എന്താ സംഭവം എന്താ? ഇവൻ കഴിഞ്ഞ വർഷം ഈ അമ്പലത്തിൽ പാട്ട് പാടാൻ കയറി. ഞാൻ പറഞ്ഞു, ഇടാ കേറല്ലേ എന്ന് പറഞ്ഞു. ഇവൻ ടർപ്പള വഴി കയറി ചെന്ന് പാടി കലിപൂണ്ട കമ്മിറ്റിക്കാർ വന്ന് നേരെ എടുത്ത് അറബിക്കടലിലേക്ക് എറിഞ്ഞു. പതച്ച് കയറിയത് അവിടെ ദുബായിലാ. അവിടെ ചെന്ന് അവിടെയും പാടി, അവിടുന്ന് അവരെറിഞ്ഞ് നേരെ വന്ന് കയറിയിരിക്കുക. എന്റെ അമ്മയുടെ ഉത്സവമാണിത്. ഞാൻ പറഞ്ഞത് ആക്ച്വലി നമ്മുടെ അടുത്തേ ഡ്യുവറ്റ് പാടാനായിട്ട് ആളുണ്ട്. അവരെന്താ പറഞ്ഞപ്പോ? ഡ്യൂയറ്റ് എന്ന് പറഞ്ഞ ഹിന്ദി പാടുന്ന ഒരു പയ്യനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞാണ്, ഫ്ലൈറ്റ് വെച്ച് പറഞ്ഞു ആരെങ്കിലും കൂടെ പാടണ്ടെങ്കിൽ എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞാണ്. അപ്പൊ ചമ്മിപ്പോയില്ല ഞാൻ. നിക്കടാ, ഞാൻ പറയാം. ഹലോ, നമ്മുടെ അളിയനായോണ്ട് പറയാണ്, ആ ഡ്യൂയറ്റ് എന്ന് പറഞ്ഞ പയ്യനൊന്ന് മാറ്റി നിർത്തിയിട്ട് ഇവനെ കൊണ്ടൊന്ന് പാടിക്കാം. പയ്യനല്ല, മെയിലും ഫീമെയിലും ചേർന്ന് പാടുന്ന ആളെ ഡ്യുവറ്റ് പാടാന്നാണ് പറയുന്നത്. അത് നമ്മക്കറിയാം, ഇവനറിയില്ല. അല്ല, ചേട്ടന്റെ ആഗ്രഹമല്ലേ? ചേട്ടന് ഒറ്റയ്ക്കൊരു ഭക്തിയാനം അങ്ങ് പാടിക്കോ. എന്താ 10 ഗാനൊക്കെ പാടാൻ പറയണ്ടല്ലോ. 10 അല്ല, ഭക്തിയാനം ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കും. മറ്റേ സാധനം എന്നാ കണക്കണോ ഈ പറഞ്ഞത്? അതല്ല, നിന്റെ മെയിൻ സാധനം ഉണ്ടല്ലോ ഒരെണ്ണം. അങ്ങനെയാണെങ്കിലേ ഒരു പ്രണയഗാനം പാടിയാലോ? ഏത് സിനിമയിലെയാ? സിനിമല്ല, ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഒരു സർപ്രൈസ് ഞാൻ പൊട്ടിക്കാൻ പോകണം. ഇത് ഞാനൊരു CD ആക്കി ഇറക്കുന്നുണ്ട്. ആ CD-യിൽ ആരാ പാടുന്നറിയാമോ? ആരാ? ചലഞ്ച്. അല്ലെങ്കിൽ ഏത് പാട്ട് ഞാൻ എടുത്താലും ഒരു ചലഞ്ചായിട്ട് ഞാൻ എടുക്കുള്ളൂ. ഞാൻ പേര് പറഞ്ഞാണ്, ചഞ്ചൽ. അപ്പൊ ഞാൻ ഈ പറയുന്ന പാട്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഭയങ്കര തിങ്സ് ആണ്. അല്ല, ഒന്ന് പാടിക്കാം, നമുക്ക് അപ്പോഴത്തേക്ക് നോക്കാമല്ലോ. കുറെ സാധനം എന്റെ ഉള്ളിലുണ്ട്, അടുക്കി ചിട്ടി എടുക്കണം നമുക്ക്. ഞാൻ നിന്നെ വിളിച്ചിരുന്നു, നീ അത് കേട്ടിരുന്നു. എന്താ? ഞാൻ നിന്നെ വിളിച്ചിരുന്നു, നീ അത് കേട്ടിരുന്നു. എന്താ? നിന്നെ കാണണം എന്നൊരു മോഹം ഞാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞു എനിക്ക് നിന്നെ കാണ്ട. അങ്ങനെ ഞാൻ നിന്നെ
ചേട്ടാ ഒരു മിനിറ്റ്. ചേട്ടനോടല്ല, ആഹ്ലാദം ചേട്ടാ ഒരു മിനിറ്റ്. ഓപ്പണിംഗ് ആണെങ്കിൽ ഓപ്പണിംഗ് കിട്ടുമെന്ന് പറയട്ടാ. ചേട്ടാ എൻ്റെ ഉപജീവന മാർഗമാണത്. എനിക്ക് ഈ വേദി കഴിഞ്ഞാലും എനിക്ക് വേറെ വേദി കിട്ടണം. ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് ചേട്ടൻ എൻ്റെ ഈ അഭിപ്രായം ഒന്ന് മാനിക്കണം. ചേട്ടാ ദൈവത്തെ ഓർത്ത്. ഒടുങ്ങടാ നീ അടങ്ങടാ, ഒടുങ്ങടാ നീ അടങ്ങടാ, നീ ഒടുങ്ങട 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 ഒടുങ്ങടാ. നീ എവിടെയെങ്കിലും പോകുന്ന ഒടുങ്ങാൻ പറ. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ അനൗൺസ്മെന്റ് ചെയ്യട്ടെ. ഞാൻ പാട്ട് പാടുന്നതിന് ചേട്ടൻ അനൗൺസ്മെന്റ് ചെയ്തോണം. അതാണ് അനൗൺസ്മെന്റ് അറിയാം. അറിയാമോ? പിന്നെ നിങ്ങൾ ട്രൂപ്പിന്റെ പേരെന്താണ്? കൊച്ചിൻ പിച്ചോട്ട്. പ്രിയ ക്ലാസ്സിലെ കൊച്ചിൻ പിച്ചൗട്ട് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയിലേക്ക് ഏവർക്കും ഹൃദയോഷ്മളമായ സ്വാഗതം. നിങ്ങൾ ആദ്യം ഇത് പട്ട പറഞ്ഞത്? ആദ്യം ഞാൻ ഓപ്പണിംഗ് സോങ് ആയിട്ട് പാടുന്ന നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രാജുവേട്ടന്റെ പടം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ പ്രിയമുള്ളവരെ, മണിയമ്പള രാജു നായകനായ നമ്മുടെ പൃഥ്വിരാജ് നായകനായ ആട് ചെയ്ത പ്രിയമുള്ളവരെ, കൊച്ചിൻ പിച്ചോട്ടിലെ ആദ്യ ഗാനം ദി മട്ടൺ ലൈഫ് എന്ന ചിത്രത്തിലെ മട്ടൺ ലൈഫിൽ ആട് ജീവിതം, ദി ഗോൾഡ് ലൈഫ്. ആടെന്ന് പറഞ്ഞ മട്ടണാണല്ലോ, ഞാൻ പറഞ്ഞോളാം. ദി മട്ടൺ ലൈഫ് ആട് ജീവിതം എന്ന സിനിമയിലെ പെരിയോനെ രഘുമോനെ തുടങ്ങുന്ന ഗാനം. ഞാൻ ആ പാട്ട് പാടുന്നില്ല കേട്ടോ. ഞാൻ ആ പാട്ട് നിങ്ങൾ പാടുന്നില്ലല്ലോ? ഇല്ല. പാടുന്നില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഓപ്പണിംഗ് സോങ് ഉണ്ട്, കിട്ടുക്കാൻ പാടാൻ ഞാൻ പാടിക്കോളാം. ഒന്ന് നോക്കണം, ഞാൻ പാടിക്കോളാം. അനൗൺസ്മെന്റ് ഇവിടെ. പ്രിയമുള്ളവരെ, സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ നായകനായ രക്തസാക്ഷികൾ റിസബാബ എന്ന ചിത്രത്തിലെ സിംബാബ, ന്യൂസിലാൻഡ്, തായ്ലൻഡ് ആണോ? അതെ അതെ അതെ, രക്തസാക്ഷികൾ സിന്ദാബ ചിത്രത്തിലെ ഞങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടെല്ലാം ഞങ്ങളുടെല്ല ആരുടെല്ലാം എന്ന ചിത്രത്തിൽ നിന്റെ അമ്മയുടെ എന്റെ അമ്മയുടെ നിന്റെ അമ്മയുടെ ഓർമ്മക്ക് വേണ്ടി അല്ലടാ ഈ ഉത്സവം നടത്തുന്നത്. എന്റെ അമ്മയുടെ ഓർമ്മക്ക് വേണ്ടിയാണ് ഈ ഉത്സവം നടത്തുന്നത്. ഇത് പൊളിക്കോടാ നീ. ഈ ഗാനമേള വിളിച്ചിരിക്കണം ഞാനാണ്. ചേട്ടാ അനൗൺസ്മെന്റ് വേണ്ട, ഞാൻ തന്നെത്താനെ ഒരു കരോക്കെ ഇട്ടൊരു പാട്ട് പാടിക്കോളാം. ഓക്കെ, അത് മതി. അതായത് ലാലേട്ടന്റെ സിനിമയിലെ നാടോടി പൂന്തികൾ. ഓക്കെ ഓക്കെ ഓക്കെ. സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ നായകനായ നാടോടി എന്ന ചിത്രത്തിലെ നാടോടി പൂന്തികൾ. അനൗൺസ്മെന്റ് വേണ്ട, ഞാൻ പാടിക്കോളാം. ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദാണ്. അപ്പോ മൊയ്ലാർ എന്ന ചിത്രത്തിലെ അയ്യോ മൊയിലാറല്ല ഉസ്താദ്. ഞാൻ പാടിക്കോളാം ചേട്ടാ. കരോക്കെ ഒന്ന് ഗായകനെ സൈഡാക്കിയിട്ടാണ് പാടുന്നത് കേട്ടോ. സാരമില്ല. നീ സൈഡ് ചെയ്യുന്നാ മതിയേ. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി ഹൈ 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 ഹൈ. നവരാത്രി പുള്ളോർ കുടമുള്ളിൽ വീട്ടി കണിക്കൊന്ന പൂമണിക്കമ്മലണിഞ്ഞു പുളിയിലക്കര കസവും ഉണ്ടഴിച്ചു തുഴയും ഒരു നാടൻ പണ്ണാണോ കണ്ണാടിക്കൂട്ടിലിരിക്കും ക്രീം പണ്ണിൻ എള്ളോളം മുള്ളിലിറച്ചോട്ടെ ഞാൻ കാപ്പിയിലത് മുക്കി കഴിച്ചോട്ടെ കാപ്പിയിലത് മുക്കി കഴിച്ചോട്ടെ. എന്തിനു മുക്കി കഴിക്കാന്ന്? കാപ്പിയിലോ ചായയിലോ വെള്ളത്തിലോ എവിടെ വേണമെങ്കിലും മുക്കി കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് ഈ ബണ്ണ്. ഒരു ബക്കറ്റ് വെള്ളം കിട്ടിയിരുന്ന നിന്റെ തല ഒന്ന് അതിന്റെ നെക്കി ഇങ്ങനെ പൊട്ടിക്കാനത് അരിശങ്ങൾ തീരണില്ല. എനിക്ക് പോവാൻ ധൃതിയുണ്ടോ? ഈ ചേട്ടൻ പാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരു കാര്യം ചെയ്യും, ഏത് വന്ന സ്ഥിതിക്ക് ഒരു കോറസ് അടിച്ചാലോ നമുക്ക്. അതും തെറ്റിക്ക് പുള്ളി. ഞാൻ കേറാന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പെർഫോമൻസ് ചെയ്തിട്ട് കളിക്കാം. അപ്പൊ തെറ്റുന്ന അറിയത്തില്ലല്ലോ. മെയിൻ സ്ട്രീമിൽ ഒരു ഗായകനെ നിങ്ങൾ സൈഡാക്കണത്. ചേട്ടാ കോർസ് മാത്രം മതി, ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വെളുത്തൊരു പെണ്ണ് ലാ 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 ലാ. ലാ ലാ ലാ. ഒരു ലാ കൂടുതലാ, ശ്രദ്ധിക്കണേ. വെളുത്തൊരു പെണ്ണ് ലാ 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 ലാ. ലാ ലാ ലേ ലോ ലേ ലേ ലോ ലോ. അന്താക്ഷരി അല്ല, നിങ്ങൾ പെർഫോമൻസ് ചെയ്യണ്ട, നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി. വെളുത്തൊരു പെണ്ണ് ലാ 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 ലാ. ലാ ലാ. എടാ വാപൊളി നളിയാ, ഇത്രയും നേരം ഞാൻ പാടിയപ്പോ ഞാൻ കൊള്ളില്ലാത്ത പായകൻ എന്നെ കടലിൽ തള്ളുന്നു, അവിടെ വലിച്ചേറ്റുന്നു കടലിൽ. താൻ എന്തെന്ന് അറിയില്ല അല്ലല്ലോ പറഞ്ഞു. എടാ എന്റെ അമ്മയുടെ ഓർമ്മക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഉത്സവം നടത്തുന്നത്. തന്റെ അമ്മയ്ക്ക് പോലും തന്നെ ഓർമ്മയില്ല, പിന്നെ എങ്കിലും തന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് ഈ ഗാനമേള കൊളോക്കിയ നിന്ന് എന്റെ സ്വഭാവം. ചേട്ടാ, ഞാൻ പോവാണേ. അയ്യോ പോലെ എനിക്ക് മോനെ. ബോധിച്ചിട്ടുണ്ടായില്ലേ? പോലെ നല്ല പുളിശ്ശേരിയും ചോറും മീനും. മിനിഞ്ഞാന്തത്തെ ചോറാണ്, മിനിഞ്ഞാന്തത്തെ ചോറ് തിന്നണ്ട. എന്റെ സിംഗർ പോയി നിനക്ക് മതിയാടാ നിനക്ക്. പാട്ടുകാരി പോയാ? എന്റെ അമ്മ പാട്ടുകാരി പോയി. അയ്യോ എന്റെ ഉത്സവം കൊളോയേ. കളിയാ, ഇത് ആര് ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ഉത്സവം നടത്തുന്നത്? എന്റെ അമ്മയുടെ. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം മുതൽ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ ഉത്സവം ഞാൻ നടത്തും. എന്തിന്? ഗായികയല്ലല്ലോ, ഗാനമേള പൊളിഞ്ഞില്ലേ? അങ്ങനെ വരുമ്പോ നാട്ടുകാർ നിങ്ങളെ തല്ലിക്കൊല്ലും. അപ്പൊ അടുത്ത വർഷം മുതൽ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ ഗാനമേള ഞാൻ നടത്തും. അളിയാ. അളിയന്റെ ഗാനമേള കലക്കി. നല്ലൊരു കൈഡ് വരട്ടെ. ഇത് ഐറ്റം വേറെ ആയിരുന്നു. രാജൻ ചേട്ടാ, ഷജീർ, വിനോദ് ആൻഡ് സുമി,
വെളുത്തൊരു പെണ്ണ്. എന്തൊരു കണ്ടുപിടുത്തമാണ് ഇത്. ഗംഭീരമായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. 3 പേരും പൂണ്ട് വളയാടി. എല്ലാവർക്കും അവരവരുടെ ഭാഗങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതാണ് ഗംഭീരമായിട്ട് ഇത്. കുറേ നല്ല തമാശകളുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. നസീർക്ക ഗംഭീരമായിരുന്നു, നന്നായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എല്ലാ സ്ഥലങ്ങളും നടക്കുന്നതാണ്. പാടാൻ കഴിവുണ്ടോ ഇല്ലയോ എന്ന് നോക്കാറില്ല, സ്വന്തമായിട്ട് സ്പോൺസർ ചെയ്തിട്ട് സ്വന്തമായിട്ട് കയറി പാടുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഷജീർ ഇച്ചിരി സ്പീഡ് കുറയ്ക്കണം. സ്പീഡ് കുറച്ചാൽ നിനക്ക് നന്നാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഗംഭീര സ്കിറ്റായിരുന്നു, നല്ല കൗണ്ടറുകളായിരുന്നു ഉള്ളതല്ല. അടിപൊളിയായിരുന്നു. ഓക്കെ, കാരണം നിങ്ങളെ 3 പേരെയും ഇനി പോഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഗംഭീര ടീമാണ് കേട്ടോ നിങ്ങൾ, സത്യം. കാരണം എവിടെ ഇനി ഉറക്കത്തിൽ കൊണ്ടിട്ടാലും നിങ്ങൾ ഗംഭീരമായിട്ട് നിങ്ങൾ പ്രകടനം കാഴ്ചവെക്കും. ഇമ്മാതിരി സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ ഒരുപാട് ഈ ഗാനമേള എന്ന് പറഞ്ഞ സ്കിറ്റുകൾ വരും. ഇപ്പം ഞാൻ പിന്നെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സെറ്റ് മാറിയിട്ട് വീണ്ടും മറ്റേ അമ്പലപ്പറമ്പിലിട്ട് മറ്റേ ഗാനമേളയിലിട്ട് പോകും എന്നുള്ള പ്രതീക്ഷ. പക്ഷെ നിങ്ങൾ ഇവിടെ തന്നെ കൊണ്ട് നിർത്തിയത് വളരെ ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ക്ലൈമാക്സ് മാത്രം ചെറിയൊരു കുഞ്ഞ് കാരണം നമ്മൾ തോന്നി. കാരണം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വന്നിട്ട് സ്റ്റക്ക് നിന്നുപോയി നമ്മൾ. അപ്പം എന്തായാലും നിങ്ങളെക്കുറിച്ച് ഇനി ഒന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. ആ പാട്ട് നമുക്ക് ഒന്നുകൂടെ ആ പാട്ട് കേൾക്കണം. ഞാൻ നിന്നെ വിളിച്ചിടുന്നു കോയ്. നീ അത് കേട്ടിരുന്നു. എന്താ? ഞാൻ നിന്നെ വിളിച്ചിടുന്നു കോയ്. നീ അത് കേട്ടിരുന്നു. എന്താടാ എന്നെ കാണണം എന്നൊരു മോഹം ഞാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞു എനിക്ക് നിന്നെ കാണ്ട. അടങ്ങടാ നീ, ഒടുങ്ങടാ നീ, അടങ്ങടാ നീ, ഒടുങ്ങടാ. നീ എവിടെയെങ്കിലും പോയി ഒന്ന് ഒടുങ്ങടാ. എല്ലാവരും നല്ല കമന്റ്സാ പറഞ്ഞേ. അപ്പൊ നമുക്ക് മാർക്സ് അറിയണം. അസിസ്കയും തുടങ്ങാം. ഞാൻ ഇവർക്ക് ഫ്രഷ് ആയിട്ട് രാവിലെ തന്നെ ഒരു 12 മാർക്ക് കൊടുത്തു. 12 മാർക്ക് എന്ന് പറയുമ്പോ 12,000 രൂപ. അത് അടിപൊളി. അസിൽക്ക എന്തായാലും ഞാൻ ക്ലൈമാക്സ് ഒക്കെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് എത്താത്തതിന്റെ പേരിൽ 2 മാർക്ക് കുറച്ച് 10 മാർക്ക് കൊടുക്കും. കുഴപ്പമില്ല. അപ്പോഴും 22,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. ഷാജുൻ ചേട്ടന്റെ മാർക്സ് ആണ് ഹിഡൻ ആക്കി വെച്ചിരിക്കുന്നത്. അതിപ്പോ ടോട്ടൽ എമൗണ്ട് ആയിട്ട് സ്ക്രീനിൽ വരും. ഓക്കെ, അപ്പൊ അവിടെ നോക്കിയോ ടോട്ടൽ മാർക്സ് എത്ര നോക്കാം. ടോട്ടൽ എത്ര രൂപയാണ് കിട്ടിയെന്ന് നോക്കാം. 40,000 രൂപ. മോശമല്ലാത്ത ഒരു എമൗണ്ട് തന്നെയാണ്. ഇനി അടുത്ത പ്രാവശ്യം കാണാം. ചഞ്ചൽ അളിയ തിരിച്ചു ഉടനെ പോവും. ഇന്ന് തന്നെ ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ 3 പേരുടെ മുഖത്തെ ആ ഒരു സന്തോഷവും ആ ഒരു കോൺഫിഡൻസും ഒക്കെ കാണുമ്പോൾ അറിയാം നല്ലൊരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? ഈ 2 കോട്ടയും ഒരു ട്രിവാൻഡ്രവും തമ്മിൽ എങ്ങനെയാ, നല്ല സിങ്കാണോ? കൊല്ലം അല്ല, കൊല്ലം അത് തന്നെ, കൊല്ലം. സോറി, എന്റെ ഭാഗത്തെ തെറ്റാ. അംഗീകരിച്ചത് അക്സെപ്റ്റ് ചെയ്തു. എന്റെ ഇടയ്ക്ക് കയറേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഒരു കൊല്ലവും. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഇത് അതാണ്. ഹലോ, എന്റെ ഭാര്യ സിസിമോളില്ലേ? ഈസി ലോൺ അല്ല, സിസിമോള്. അവളെ അപ്പം മരിച്ചു പോയെന്ന്. അടിയന്തരമൊക്കെ ഞാൻ അടിയന്തരമായിട്ട് പിന്നെ പറയാം. പോകാൻ പറ്റോ? സിസിമോളെ പോട്ടടി, അപ്പരല്ലേ? അങ്ങേര് പോണെങ്കിൽ പോട്ട്. ഞാൻ മരിപ്പിന് കൊടുക്കാൻ വെച്ചതിന്റെ പുതുപുത്തൻ പട്ടുസാരിയാ അമ്മച്ചി എടുത്ത് കൊടുത്തേക്കുന്നത്. കാരണം 2 ഞാൻ എടുത്തങ്ങ് കൊടുക്കും. ഇത് നിന്റെ അപ്പന്റെ 28 ചടങ്ങല്ല, മരിപ്പാണ്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയല്ലോ ഒന്ന് കരയടി. എന്റെ ഇച്ഛായ ഞാൻ എത്ര പ്രാവശ്യം നോക്കിയിട്ട് എനിക്ക് കരയാൻ പറ്റുന്നില്ലെന്ന്. പറ്റണില്ല? ഇല്ല. എന്നാ നിന്റെ ലിഫ്റ്റിക്ക് ഞാൻ ഒടിച്ചു കളയും. അയ്യോ, സാരിയാ കീറി കളയും. ലിഫ്റ്റിക് ബോക്സ് ഞാൻ മണ്ണ് വാരി ഇടും. പോയി പ്രാക്ടീസ് ചെയ്യടി. അല്ല ഇച്ഛായ, ഞാൻ ഫ്ലെക്സ് കൊണ്ട് നോക്കിക്കൊന്നു. ഫ്ലെക്സാ? അത്ര ഭാരം കുറഞ്ഞു കിട്ടി. ഇതെന്നതാടി ഇത്, പൂമ്പാറ്റയോ? അത് അപ്പച്ചന് ഭയങ്കര ഇഷ്ടമാണ് പൂമ്പാറ്റകളെ. അതുകൊണ്ടൊരു ക്രിയേറ്റിവിറ്റിക്ക് ഞാൻ വെച്ചതാന്ന്. എന്തായാലും ആട്ട് നിന്റെ അപ്പന്റെ പൂമ്പാറ്റ. പോയി പ്രാക്ടീസ് ചെയ്യ്. പാപ്പൻ. എന്നാ എനിക്ക് ഇച്ചിരി കൂടെ താടി. എന്ത് പാപ്പം? പാപ്പ അല്ലെന്നോ, പാപ്പ വരുന്നെന്ന്. ആട്ടെ, ഞാൻ MG ശ്രീകുമാറിന്റെ വീട്ടിലാണോ വന്നത്? വാവുക്കുട്ടനല്ലേടാ? അല്ല, ബാബുവാണ്ടി കയറി വരാൻ പറഞ്ഞില്ലേ? ഇവിടെ പരിപാടി ഒന്നും അറിഞ്ഞില്ല. അയ്യോ ഇല്ല.
നിങ്ങളെ കൂട്ടുകാരനില്ലേ ആ കുട്ടിച്ചൻ ആ. മരിച്ചുപോയി. എടാ കുട്ടിച്ചന് മരിച്ചിന് വേണമെങ്കിൽ നീ എന്റെ വീട് വരെ ഒന്ന് വരണ്ടേടാ. കുട്ടിച്ചന്റെ മരച്ചീനല്ല ആ. കുട്ടിച്ചൻ. കുട്ടിച്ചന് പെയിന്റ് അടിച്ചു വിട്ടോ. ആ, പ്ലറ്റ് കേട്ടടി, പ്ലറ്റ് കേട്ട്. ഏറ്റാ പൊന്ന്. പാപ്പാ ആ മനസ്സിലായത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എന്ത് പാപ്പാ? കുട്ടിച്ചന്റെ പൂമ്പാറ്റ് കൊണ്ടുപോയ കാര്യം. ഇച്ചായോ? ഓ, ഇങ്ങനെയാണോ പുള്ളിയോട് മരണം പറയുന്നത്? ഇപ്പൊ എന്ത് ചെയ്യും? ചിരിച്ചും കളിച്ചോന്ന് പറയിച്ചായ. പാപ്പാ നിങ്ങളെ കൂട്ടുകാരനില്ലേ കുട്ടിച്ചൻ? ചാക്കോച്ചൻ, കുട്ടിച്ചൻ, തങ്കച്ചൻ, കുട്ടിച്ചൻ, തോമാച്ചൻ, നിന്റെ അച്ചാച്ചൻ. കുട്ടിച്ചൻ. അപ്പൊ നിനക്ക് കേക്കാം, നീ വളർത്തിയെടുത്തല്ല. ആ വെറുതെ അല്ല, ഡയഫർ ഊരി കിടക്കാണ്. കുട്ടച്ചൻ പോയി. എന്റെ കർത്താവേ, ഇനി ഇങ്ങനെയുള്ള ശവപ്പെട്ടിക്ക് ഞാൻ തന്നെ പൈസ ഇറക്കേണ്ടി വരും. എടാ വാവുക്കുട്ടാ, തീർന്ന്. ഇങ്ങനെയാണോടാ ഒരു മരണം പറയണേ? എടാ എന്റെ വീട്ടിൽ വന്ന് അന്തസ്സായിട്ട് വേണ്ടടാ പറയാൻ. അപ്പൊ നിങ്ങൾക്കൊരു സങ്കടം ഇല്ലേ? പിന്നെ അവൻ ഇത്ര നാളും ജീവിച്ച എന്നെ വലിയ കാര്യം, പിന്നെ അയാൾ സങ്കടപ്പെടാൻ പോണത്. ഇതെങ്ങനെയാണ് കുട്ടിച്ചൻ മരിച്ചത്? അയ്യോ, അതൊന്നും പറയണ്ട. ഞാൻ പറയണ്ടേ? അയ്യോ പറയാൻ വാ. ഞാൻ പറ. പുള്ളി കള്ളം പറഞ്ഞു മരിച്ചതാ. ഇവിടെ കള്ളം പറഞ്ഞു ഒരാൾ മരിച്ചു പോടാ. പിന്നില്ലേ, ആ. പുള്ളി വാ എടുത്താ നുണയെ പറയത്തുള്ളൂ. ആണോ? അങ്ങനെ നുണ പറഞ്ഞ് ഇന്നലെ ഇത് ഞാൻ കിണറ്റി വീണു. ആ നാട്ടുകാർ എത്തി വലിഞ്ഞു ചോദിച്ചു, ചേട്ടായി ശ്വാസം കിട്ടുന്നുണ്ടോ? ഉണ്ടെന്ന് കള്ളത്തരവും പറഞ്ഞ് അവിടെ കണ്ണ് ചത്ത്. ഒരു കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ, അപ്പൊ അവൻ കുന്തളിച്ച് കത്തതാ. സത്യം പാപ്പ, അങ്ങനെ തന്നെ. ഒരു മിനിറ്റ്. എടാ തോമാച്ച, ആ തെങ്ങ ഇച്ചിരി കയറ്റി കെട്ടിക്കണത്. എന്നാടാ വാവുക്കുട്ടാ? തെങ്ങിന്റെ മണ്ടയ്ക്ക് ഒരു ബൾബിട്ടതാ. അതിനെ കൊമ്പൻ ചൊല്ലിയാണോ ചത്തേ? എന്റെ ബൾബിൽ കയറി ബൾബിടാൻ വേണ്ടിട്ട്. പാപ്പോ എന്നാ വാനെ? ഇതെന്നാ കളർ നിക്കറൊക്കെ? എടാ എനിക്ക് മുണ്ടെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ ചെറുക്കം മേടിച്ചെന്നാണ് ഈ നിക്കറ്. ആ. ഇതാകുമ്പോ രണ്ടുണ്ട് ഗുണം. ബോറടിക്കുമ്പോ ഇങ്ങനെ വലിച്ചിരിക്കാനും പറ്റും, ഇതറങ്ങി പോവില്ല. പാവണ്ടല്ലേ? കറക്റ്റ് പാപ്പനെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാ 20-27 വയസ്സാ തോന്നിക്കത്തോട്ട് ഇല്ലാടി. എടാ വാവുകുട്ടാ, ഇങ്ങ് വന്നെടാ. എന്നാ പാപ്പാ? എടാ രാസനാഥി എനിക്ക് ഇഷ്ടാ എന്നും പറഞ്ഞ് അതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കി തരല്ലേ കേട്ടോ. എന്നതാ പറഞ്ഞത്? പാപ്പന് കഞ്ഞി വേണ്ടെന്നു. എടാ നിനക്കൊരു കാര്യം അറിയാവൂടാ, എന്റെ ചെറുപ്പകാലത്ത് സ്വന്തം കാലിൽ നിന്ന് ജീവിച്ചവനാടാ പാപ്പൻ. അപ്പൊ പിന്നെ ഈ കാലം റെന്റിനെടുത്താണ്. ആണ്ട് ഞാൻ വീട്ടിൽ പാപ്പ പോകല്ലെന്ന്. പോട്ട് സാരമില്ല. പാപ്പം വല്ലതും കഴിച്ചാർന്നോ? ഞാൻ കഴിച്ചായിരുന്നു. എന്നാ കഴിച്ചേ? ആ ഡാഡാ ബേക്കറി കയറി 2 പപ്സ് കഴിച്ചു. ഡാഡാ ബേക്കറിയോ? എടാ നമ്മുടെ ടൗണിലുള്ള ബേക്കറി ഇല്ലേടാ? എന്റെ തമ്പുരാനാണ് SS ബേക്കറി. പറയോ? അങ്ങനെ പറയത്തുള്ളൂ ഇത്. അല്ല ഇവിടെ ഒരു മനുഷ്യനോടല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ പാപ്പ? കൊടുക്കണം മോനെ, നമ്മുടെ കാര്യമില്ല. ഇതിപ്പം ഇവൻ പറയുന്ന എഴുതി കിടക്കാൻ ഒരാളെ നിർത്തണമല്ലോ. കൊടുക്കണം ഞാൻ പറഞ്ഞത്. ആ കൊടുക്കണമെന്നാണോ? ആ കൊടുക്കണം. അത് എന്നാ കൊടുക്കണമെന്ന് പറ. എടി പേപ്പർ മേലെ എടുക്കണേ. എടുക്കണേ. അത് പറയുന്നത് ഇപ്പൊ ആളെ എഴുതിയത്തോളൂ. പറ. പഴമൊഴി വേണം. ഈ പഴമൊഴി വേണമെന്ന് കേട്ടോ. എടാ പഴമൊഴി അല്ലടാ, പഴംപൊരി വേണം. ആ അല്ല പഴംപൊടി വേണമെന്ന്. അത് എഴുതി. ചായ വേണം. ചായ വേണം കേട്ടോ, ചായ വേണം. വെജിറ്റബിൾ പപ്സ്. അതിനാ കാണിച്ചേ. അല്ല സെറ്റുവല്ലി ഇറച്ചി പോകുമ്പോൾ ആ എന്നാ പപ്സ് എഴുതിക്കോട്ടോ. ആ എത്രയോ സാധനം വൈകുന്നേരത്തേക്ക് വേണം. വേണം അല്ലേ ആ. പാപ്പ? ആ. ഇത് കിട്ടുന്ന സ്ഥലം വല്ലതും അറിയാമോ? അറിയില്ലടാ, നമ്പറിട്. അറിയാമോ? നമ്പറിട്. പാപ്പ മിടുക്കണം കേട്ടോ. പറ. 96 96 3 വല്ലേ വല്ലേ 3 3 ആ 3 ആ 52 52 0 ഏ 0. ആ 0 കേട്ടോ. ആ എന്നാ മാനെ തിരിച്ചേക്കണേ? ചൊന്നയില്ലെന്നേ. അപ്പൻ ചത്ത കേട്ടോ. ആ പാപ്പ ഇയാള് പോയാ? ബെല്ലുണ്ടോ? ആ എള്ളുണ്ട്. ബെല്ലുണ്ടല്ലേ? ആ ബെല്ലുണ്ട്. സംസാരി. ആ ഹലോ ചേച്ചി. ഹലോ ചേച്ചിയുടെ വടക്കും ചായക്ക് എന്നാ വിലയാ? വെച്ചിട്ട് പോടാ ഹങ്കാരി. പാപ്പ ആ. ദേ ഒരു പെണ്ണുമ്പോൾ എന്നെ തെറി പറയണു. അപ്പൊ അവൾ എന്നെ ബ്ലോക്ക് ചെയ്തതാ. നമ്മളെപ്പോഴും ആക്റ്റീവാ. താഴെ തന്നെ സെറ്റപ്പിന് എന്നെ വിളിച്ചു വന്നാണോ? നിനക്ക് ചായ ഉണ്ടാക്കാനല്ലേ ഞാനിങ്ങനെ തൊങ്ങി വന്നത്. ഇയാള് കഴിഞ്ഞ ദിവസം ഇയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഇയാൾ എന്താ കാണിച്ചെന്നറിയാമോ? ഞാൻ എന്താ കാണിച്ചേ? അവിടുത്തെ സീനിയർ ഡോക്ടർ താൻ എന്തിനാണ് വഴക്കുണ്ടാക്കിയത്? എന്റെ മോനെ, അത് പാപ്പൻ നിരപരാധിയ. നീ ഇത് കേക്കണം. പാപ്പന് നെഞ്ചു വേനയായിട്ട് ആശുപത്രി പോയി എത്തണില്ലല്ലോ. അവിടെ ചെന്നപ്പോ കുറെ ആൾക്കാർ എന്റെ ദേഹത്ത് വയറൊക്കെ കുത്തിവെച്ച്. എന്തിനു മുളപ്പിക്കാനോ? പയറ് കുത്തിവെച്ച് നല്ല മാനെ പറഞ്ഞ വയറ് കുത്തിവെച്ചെന്ന് പറഞ്ഞു. അപ്പം കണ്ണൂർ നോക്കുമ്പോ ഈ ഡോക്ടർമാര് നഴ്സുമാര് കമ്പ്യൂട്ടറിൽ ഈ പാമ്പിന്റെ ഗെയിം കളിക്കുന്നു. എന്റെ പൊന്ന് തൈപ്പൂയ കാവടി, അത് പാമ്പിന്റെ ഗെയിം കളിച്ചല്ല. തന്റെ ദേഹത്തൊന്ന് ECG വലിച്ചെടുത്താണ്. അതെടുത്താ? എടി മോളെ, എടി പോലീസിനെ വിളിയെടി. പാവപ്പെട്ട പോലീസിനെ വിളിയെടാ. എന്തിന്? നീ അല്ലേടാ പറഞ്ഞ എന്റെ ദേഹത്ത് നിന്ന് ഈസി ആയിട്ട് എടുത്തത്? ഈശ്വര, കോർപ്പറേറ്റ് കമ്പനി ആശുപത്രി എല്ലാം മുതലാക്കിയേ. അയ്യോ, ഒരു പോട്ട് പോയതോ. ഒരു കല്ല് കിട്ടി ഇത് ഞാൻ അങ്ങ് എറിഞ്ഞങ്ങ് കൊല്ലായിരുന്നു ഇയാളെ. എന്റെ പൊന്ന് തരുമ്പോ ഒരു കോള് വരുന്നുണ്ടോ? അത് അനങ്ങുന്നില്ല ഇവിടെ ആരും. ഹലോ ഹലോ
ആ പറഞ്ഞോ. ഇതല്ലേ മരണം നടന്ന വീട്? അതെ, ഇത് മരണം നടന്ന വീടാണേ. ഞാൻ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ. ആ, ഓ സന്തോഷം. ഞങ്ങളുടെ ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നു ഈ മരിച്ച ആളെ. ഓ. അവൻ ഇങ്ങോട്ട് തരുന്നു, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു, അവൻ ഇങ്ങോട്ട് തരുന്നു, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധമായിരുന്നു. അപ്പൊ എന്തായാലും സങ്കടമുണ്ട്, അനുശോചനം അറിയിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അയ്യോ വെക്കല്ലേ. ഇത് എവിടുന്ന വിളിക്കുന്ന? കരകാട്ട സമിതി എന്നാണോ? അല്ലല്ല. ഇല്ല പിന്നെ കുടുംബശ്രീ എന്നായിരിക്കും. അല്ലല്ല. ഇല്ല പിന്നെ എവിടുന്നത്? ഇത് നീലക്കുറിഞ്ഞി വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ്, പേര് കാമദേവൻ. പാപ്പ അതിയായിട്ട് ഇതേ വൃത്തിയായിട്ട ഗ്രൂപ്പുകളായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ബന്ധമുണ്ടവന്. അത് പാപ്പൻ എങ്ങനെ അറിയാം? ഞാനല്ലേ ആടിയത്. ഞാൻ പറഞ്ഞില്ലേ, ഇയാള് ഞരമ്പ് തന്നെയാണ്. എന്റെ അപ്പച്ചൻ എന്തുമാത്രം ബുദ്ധിമുട്ടാ സഹിച്ചത് നിങ്ങൾക്ക് അറിയാവോ? എല്ലാ ദിവസവും രാവിലെ മുടങ്ങാതെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ടോക്കൺ നമ്പർ 2 എടുത്ത് കാത്തിരിക്കുവായിരുന്നു ഡോക്ടറെ കാണാൻ. അയ്യോ, അത് അവൻ അസുഖം ഉണ്ടായിട്ടൊന്നും അല്ല, അവിടുത്തെ ലേഡി ഡോക്ടറിനെ കാണാൻ നിൽക്കണെന്ന്. അത് പാപ്പന് ഞാൻ അറിയാം. ടോക്കൺ നമ്പർ 1 ഞാനാ. ഞാൻ പറഞ്ഞല്ല സിസിമോളെ, ഇത് ഞാൻ ഇവിടെ നടത്തി വരണം. ഇവിടെ നിർത്താൻ പറ്റൂല. എന്റെ ഒരു മരണ വീടായിട്ട് ഇവിടെ ആരും ഒപ്പീസ് വെച്ചോടാ. ഒപ്പീസ് വെക്കുന്നു. എന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാ സിസിമോളെ, ഇനി ഇയാളെ ഇവിടെ കേറ്റിപ്പോയല്ലോ കേട്ടല്ലേ. വന്ന് നിക്കട്ടെന്ന് ഇനി. ഇന്ന് വേണ്ടെന്നേ, നാളെ ആവട്ടെ. തനിക്ക് നാളെ ഇയാൾ കാണിക്കുന്ന കാട്ടം കണ്ടോ? അയാളെ സെറ്റപ്പിനെ വിളിച്ച് റെക്കോർഡ് ഇട്ടിരിക്കുന്നു. നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇയാളെ ഇവിടെ കേറ്റ് ചെയ്ത് ഇറക്കി വരണം. ഞാൻ ഇനി നീയോട്ട് ഒരു ബന്ധമില്ല. എന്നാ നിന്റെ പോണം. അത് ഞാൻ ഒന്ന് എടുത്തോട്ടെ, ഞാൻ നിങ്ങളെ എടുക്കുന്നുണ്ട്. അത് റെന്റാണ്. ഞാൻ കാണിച്ചു തരാം. എനിക്കിട്ട് പണിതിട്ട് കങ്കാരിന്റെ കുഞ്ഞ് പോണ പോക്ക് വീട്ടിൽ ഒരു ശ്വാസം വിട്ട് അതിന്റെ കൂടെ ജീവനും പോണ മനുഷ്യനാ കാണിക്കുന്ന കുന്തളിപ്പ് കണ്ടോ കാണിക്കുന്നത്. പോണോ പോക്കടാ. ഭാര്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലിൽ ഇത്രയും സൗണ്ടുകൾ ഇവിടെ ഉണ്ടാക്കരുത്. കാരണം ഇവിടെ ഒരു ഞരമ്പുണ്ട്, അത് പൊട്ടിപ്പോകും. ഇതെന്താ ബാറിലെ ഡാൻസോ? ഒപ്പീസ് വെക്കാൻ പറഞ്ഞ ഇത് വെച്ചത് ഒപ്പീസ് എന്നാണ് പറഞ്ഞത്. ഞാൻ കേട്ടത് മാസ്റ്റർ പീസ് എന്നാ. പാപ്പാ ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയുവാ, കുട്ടിച്ചൻ പോയി, ഇനി ഞങ്ങൾക്ക് പാപ്പനെ ഉള്ളു. ഇതെന്നാ ഇത്? അതെന്നാ അത്? കൂടെ പിടിച്ചോ? എടാ എനിക്കൊരു ആഗ്രഹമുള്ളടാ. എടാ എന്റെ കൊച്ചുമോന്റെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞിക്കാല് കണ്ടിട്ട് എനിക്കങ്ങ് പോയാ മതി. എനിക്ക് ഈ മനുഷ്യനെ ഇത്ര ഇഷ്ടമുള്ളതിന് കാരണം നിനക്കറിയാമോ? ഇതൊക്കെ തന്നെയാ. ദൈവമേ, ആ പാവം മനുഷ്യന്റെ കൊച്ചുമോന്റെ കല്യാണം കഴിഞ്ഞിട്ട് അറിയാനെ തിരിച്ചെടുക്കണേ. പാപ്പാ, കൊച്ചുമോൻ എത്ര വയസ്സുണ്ട്? 1 വയസ്സ്. പാമ്പ് കടിച്ച് മണ്ണിന്റെ അടിയിൽ ചെന്നാലും നീ ഗതി പിടിക്കത്തില്ല എന്റെ അമ്പോ. അയ്യോ, ശ്രദ്ധിക്കുക, ബോഡി എടുക്കാൻ സമയമായി കേട്ടോ. കാണണ്ട, ശവം എടുത്തോ. അവളെ കൂടെ എടുത്ത് അതിനകത്തേക്ക് ഇട്. അയ്യോ, പഠിച്ചു പറഞ്ഞതല്ലേ, കൊണ്ടുപോക്കോ. കൊണ്ടുപോകല്ലേ പോടി. എന്നെ പണ്ട് സിഗരറ്റ് വലിപ്പിച്ച് മൂക്കിൽ കൂടെ പുക വിടാൻ പഠിപ്പിച്ച മനുഷ്യനാണ്. അവസാനമായിട്ട് എനിക്ക് എന്റെ കുട്ടിച്ചനെ ഒരു ഉമ്മ കൊടുക്കണം. ജീവിച്ചിരുന്ന പിച്ചിരി കഞ്ഞി കൊടുക്കാത്തവൻ. ഒരു 4 വിറകഷ്ണം കിട്ടുമോ? ഇവനെ ഞാൻ നിർത്തി കത്തിക്കും. ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കല്ലേ, നമുക്ക് പള്ളിയിലിട്ട് എടുക്കാം. പല്ലിന്റെ ഇടയിൽ കുത്താന്നോ? പല്ലിന്റെ ഇടയിൽ കുത്താന്നല്ലടാ, പള്ളിയിലിട്ട് എടുക്കാം. പാപ്പോ, എന്താ മന്നെ ഈ ഒരു അവസരത്തിൽ ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്റെ മക്കളെ. എന്നാലും ചോദിക്കുവാ.
ഇതിന് ഈ ക്ലൈമാക്സ് മതിയോ? പഞ്ചുണ്ടോ? ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോഴാണോടാ പഞ്ചുണ്ടാക്കണത്? ഇവിടെ മനസ്സാക്ഷിയുള്ള ആരേലും ഇപ്പൊ പഞ്ച് വയ്ക്കുവാടാ. നല്ലൊരു മരണ വീടായിരുന്നു, മാതൃകയാക്കാൻ പറ്റിയൊരു മരണ വീടായിരുന്നു ഷാജോൻ ചേട്ടാ. അമൽ, വിഷ്ണു, സഞ്ജിത നന്നായിരുന്നു. ചിരിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, സഞ്ജിത ആക്ച്വലി എന്താണ്? ഡ്രാമ ആർട്ടിസ്റ്റ് ആണോ അതോ സ്കിറ്റ് ചെയ്യാറുണ്ടോ? ഇല്ലില്ല, ആ, ഞാൻ ഹൗസ് വൈഫാണ്. സഞ്ജിത ഉഗ്രനാണ് കേട്ടോ. സഞ്ജിത നല്ല ഉഗ്രൻ ഒരു ആർട്ടിസ്റ്റാണ്. കാര്യം എന്നാണെന്നറിയോ, ഇവരെ പോലെ ഈ പറഞ്ഞതുപോലെ സ്റ്റേജുകളിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പേരോടൊപ്പം ഇതേപോലൊരു വേദിയിൽ നിന്നിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല സഞ്ജിത കേട്ടോ. നല്ലൊരു ഗൈഡ് നമുക്ക് സഞ്ജിതയ്ക്ക് കൊടുക്കണം. കാര്യം സഞ്ജിതയുടെ എക്സ്പ്രഷൻസും ബോഡി ലാംഗ്വേജൊക്കെ ഒരു കാണാൻ ഒരു ഒഴുക്ക് ഒരു എന്താണ്, ഒരു ഭയങ്കര ക്യൂട്ടാണ് സഞ്ജിതയുടെ പെർഫോമൻസ് കേട്ടോ. ഇനി ഒരുപാട് നല്ല നല്ല സ്കിറ്റുകൾ ചെയ്യാൻ പറ്റട്ടെ. വിഷ്ണു നന്നായിരുന്നു. വിഷ്ണുവിൻ്റെ ആ ക്യാരക്ടർ വിഷ്ണു ഭംഗിയായിട്ട് ചെയ്തു. അമലേ, ഇങ്ങനെ ആരിൽ നിന്നെങ്കിലും ഇങ്ങനെ കണ്ടെടുക്കുന്നതാണോ അതോ അമലിൻ്റെ സ്വന്തം ഇതിൽ തോന്നുന്ന ആരാണോ? ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ അമലിൻ്റെ അവിടെ. ഇങ്ങനെയുള്ളവര് ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അല്ലേ? കുറേ നല്ല നല്ല തമാശകളുണ്ടായിരുന്നു. ചില തമാശകൾ നമ്മൾ വിചാരിച്ചത്ര വന്നു എന്നുള്ള സംശയമുണ്ട്. കാര്യം ഞാൻ എൻ്റെ കാര്യമാണ്, ഇവർ ബാക്കിയുള്ളതൊക്കെ ഇവർ പറയും. എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായി എന്നുള്ളത് തന്നെയാണ് എൻ്റെ പേഴ്സണൽ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജോൻ ചേട്ടാ. സെർക്കാ, പിന്നെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഞാൻ കണ്ടു കേട്ടോ. നിങ്ങളുടെ കഴിഞ്ഞ സാധനം പോയായിരുന്നു ഇടയ്ക്ക് പല സ്ഥലങ്ങളിലും, ഇല്ലേ? സത്യമല്ലേ? സത്യം. മിസ്സായി പോയത് അങ്ങ് വിട്ട് കളയണം. അത് വേറെ എവിടെയെങ്കിലും കയറ്റാൻ പറ്റുന്ന ഏരിയ കിട്ടുകയാണെങ്കിൽ അവിടെ കയറ്റിയിടണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. അമല്, നീ ഒരു രക്ഷയില്ല. അത് നീ സാധാരണ കൂളായിട്ട്, അല്ലാതെ പറഞ്ഞ് മറ്റേ ഒരു കൗണ്ടർ അടിക്കാൻ വേണ്ടി ഇടിച്ച് ഏൽപ്പിക്കുക എന്ന ചില സ്കിറ്റൊക്കെ നമ്മളിപ്പോൾ ഞാനൊക്കെ ഉൾപ്പെടെ കളിച്ചിട്ടുള്ളത് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി വെക്കും. പക്ഷെ നീ എന്തെന്നറിയുമ്പോൾ സിമ്പിളായിട്ട് ആരുടെ മുഖത്ത് നോക്കാതെ ഗംഭീരം കേട്ടാ. എന്തായാലും സ്കിറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല നല്ല കൗണ്ടറുകളുണ്ടായിരുന്നു. മാത്രമല്ല ഒരു മരണ വീട് 3 പേരെയൊക്കെ വെച്ച് ഈ ആംബിയൻസ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ബോഡി പോലും ഇല്ല. എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അസിസ്ക. ആദ്യം മാർക്സ് നസീർക്കല്ലേ? ഞാൻ തരുന്നത് ഒരു 10 മാർക്ക് തരാം. 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അത് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനൊരു 13 മാർക്ക്. രണ്ടുകൂടെ ചേർത്ത് 23,000 രൂപ ആയിട്ടുണ്ട്. അസിസിക്കയുടെ മാർക്സ് ഇപ്പം ഇപ്പൊ തന്നെ ടോട്ടൽ എമൗണ്ട് സ്ക്രീനിൽ വരും. ഇപ്പൊ 23,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. 40,000 രൂപ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം. സുല, അടിപൊളി. നിങ്ങൾ 3 റെഡിയാണെങ്കിൽ ഞാൻ പയറ് പോലെ ഇരിക്കുന്ന 3 പിള്ളേരെ വിളിക്കട്ടെ? പിന്നെ വിളിക്ക്. റെഡി. 3 ജിമിക്കാട്ടി ഐറ്റങ്ങൾ. ഓക്കെ, മക്കളെ കേറി വാടാ. ഹലോ, എന്തുണ്ട് വിശേഷം? എക്സാം ഒക്കെ കഴിഞ്ഞു എല്ലാവരുടെയും? എനിക്കറിയാം നിങ്ങളെ 3 പേരെയും. പക്ഷെ അവർക്ക് 3 പേർക്കും നമുക്കൊന്ന് പരിചയപ്പെടുത്തിയാലോ? അവിടെ തുടങ്ങിക്കോ. പേര് പറഞ്ഞോ. എന്റെ പേര് ആര്യദത്തൻ ആർപി. അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും അതാണോ? ആറും ബിയും അച്ഛനും അമ്മയാണ്. തിരുവനന്തപുരം ശ്രീപരാഗം അല്ലേ? അറിയാം. ഞാൻ RS ബാലാമണി. ഹരിപ്പാട് നിന്ന് വരുന്നു. ഒരാൾ RP, ഒരാൾ RS. ഇവിടെ ഞാൻ തീർത്ഥ ശിവരാമൻ, പാലക്കാട് നിന്ന് വരുന്നു. പാലക്കാട്. നിങ്ങൾ 3 പേരും എങ്ങനെ ഒന്നായി? പാലക്കാട്, തിരുവനന്തപുരം, നടുക്കത്താള്, ആലപ്പുഴ. 3 ജില്ലകളാണ്. നിങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണ് പഠിക്കുന്നു പറഞ്ഞേ? ഞാൻ 7ാം ക്ലാസ്. 7ാം ക്ലാസ്. ഞാൻ 8ല്. ഞാനും 7ല്. പക്ഷെ കണ്ടാൽ അവരച്ഛനെ തോന്നുന്നില്ല. അടിപൊളി. ആര്യദത്തൻ ഏതൊക്കെയോ സിനിമകളിലൊക്കെ അഭിനയിച്ചെന്ന് കേട്ടല്ലോ. സിനിമയിലാണ് ആദ്യത്തെ സിനിമ മാരിവില്ലിൻ ഗോപുരങ്ങൾ. ഇപ്പൊ റിലീസ് ആകാൻ പോകുന്ന പടം, ഇന്ദ്രന്റെ പടം അല്ലേ? രണ്ടാമത്തത് മലയാളി ഫ്രം ഇന്ത്യ. അടുത്ത നിവിന്റെ പടം, ഡിജോ ജോസ്. അപ്പൊ നീ അപ്പം വിജയുടെ പടത്തിലുണ്ടെന്ന്? വിജയുടെ പടത്തിലുണ്ടായിരുന്നു. ഞാനൊക്കെ അതേ ആദ്യം പറയുള്ളൂ. ആ ആൾക്കൂട്ടത്തിൽ സെൽഫി എടുക്കാനുണ്ടായിരുന്ന അതാദ്യം പറയുന്നത് നമ്മള്.
ഗോട്ട് ഗോട്ട്. ആണോ? ഷൂട്ട് കഴിഞ്ഞോ? ആ കഴിഞ്ഞ്. ആണോ? വിജയ് സാറിനെ നേരിട്ട് കണ്ടോ? കണ്ട്. ഒരുമിച്ച് അഭിനയിച്ചോ? ആ കണ്ട്. ആടിപ്പോടി. അടിപൊളി. എടാ, അപ്പൊ അത് ആദ്യം പറയണ്ടാ, അതെനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വന്നില്ല. ഇനിയും മറക്കരുത്. ഇപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞ ഇവിടുത്തെ സെലിബ്രിറ്റി അവനാണ്. എന്നാ പിന്നെ ഞാനങ്ങോട്ട് മാറിക്കോ. എടാ പോകുമ്പോ ഒരു ഫോട്ടോ എടുക്കണം കേട്ടാ. സണ്ണി ലിയോന്റെ വെബ് സീരീസ്, വിജയിലൂടെ തമിഴ് പടം. ആരടാ മോനെ നീ കൊണ്ട് പോകുന്നില്ല കേട്ടാ. നന്നായിട്ട് സ്കിറ്റ് കളിക്കുന്നു. ഈ വെക്കേഷൻ കഴിയുമ്പോൾ നമ്മൾ പോക്കറ്റ് മണി ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ റെഡി. ഇത് അനുരാഗ വിലോചനായി മടിമേലെ മോഹിതനായി എനിക്ക് ഒരു ഭാര്യ കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതൊരു സുന്ദരിയായ ഭാര്യ. എന്തായാലും നന്ദിയുണ്ട് ദൈവമേ. ഏട്ടന്റെ മോളില് നമുക്ക് പത്രം വായിക്കുന്ന ശീലമൊക്കെ ഉണ്ടോ? ശരിയാക്കി തരാം. ആരെന്ന് പറ. അമ്മയായിരുന്ന അല്ല നിന്റെ അച്ഛൻ. എന്താ എന്നെ വിളിച്ചോ? അല്ല, എന്താ ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടെ? അമ്മ ഏട്ടനെ അടിച്ചല്ലേ? ആരടിച്ച്? എപ്പോ അടിച്ച്? തമാശ തമാശ. നമ്മളിവിടേക്ക് എങ്ങനെയാ സ്നേഹം പ്രകടിപ്പിക്കാറ് അല്ലേ അമ്മേ? കാലുവാരി പിടിച്ച് താഴത്തല്ലണ ഞാൻ. നാറ്റിക്കരുത്, വേണമെങ്കിൽ കാല് പിടിക്കാം. അയ്യോ, എന്തിനു പണ്ണേ നീ കാണിക്കണ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ വക പണിയൊന്നും ചെയ്യല്ലെന്ന്. വെറുതെ കയ്യില് സോഫ്റ്റ്നെസ് കളയാനായിട്ട്. പിന്നെ ഇവിടെ ഇവിടെ അച്ചാറിട്ട് തൊട്ട് വെക്കാൻ കൊണ്ടുവന്നേക്കുന്ന പിടിച്ചാണ്. മക്കൾ ഇനി ഈ വക പണിയൊന്നും ചെയ്യല്ലോ കേട്ടാ. ഇതൊക്കെ ചെയ്യാൻ ഇവിടെ അമ്മയുണ്ട്. നിന്റെ തെറി വിളിക്കരുത്. കല്യാണം കഴിഞ്ഞ് വന്ന പിറ്റേ ദിവസം തന്നെ അമ്മേരെ തനിക്കൊന്ന് ഇവിടെ ഇറക്കരുത്. അമ്മ ഒരു ജോലിയും ചെയ്യണ്ട. എന്റെ മോളൂസ് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും അല്ലേ മോളൂസേ? ഞാനൊന്നും ചെയ്യില്ല. അങ്ങനെ പറയാൻ പാടില്ല. എന്നെ ഇങ്ങോട്ട് അടിച്ചിട്ട് കൊടുത്ത് പണിയെടുക്കാനൊന്നും അല്ലല്ലോ, എനിക്ക് സൗകര്യമില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യും. എനിക്ക് തേനും പാലും ഒഴുകണ എന്തോ ഒരു സ്നേഹം. ഈ സ്നേഹമൊക്കെ എത്ര കാലം ഉണ്ടാവും എനിക്കൊന്ന് കാണണം. നമുക്ക് അലക്കാം. അലക്കോ? ഓ, യു ആർ സോ സ്വീറ്റ് ഏട്ടാ. ഇതേപോലത്തെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണമെന്നായിരുന്നു. അല്ല, ഇതേപോലത്തെ ഒരു ഭർത്താവ് വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എനിക്കും. മുക്കോ. ഇങ്ങനൊരു പെൺകോന്നൻ എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞല്ലോ എന്റെ ദൈവമേ. എന്റെ മരുമോളിങ്ങി വന്നാട്ടെ. കൊച്ചേ, നിനക്ക് ഇവന്റെ വല്ല കാര്യം അറിയാവോ? ഇവൻ പ്രേമിച്ച പെണ്ണിവനെ തേച്ചേച്ച് പോയെന്നും പറഞ്ഞ് അവക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ നടന്നവനാണ് ഇവൻ. ഇപ്പൊ ഒരു എളുപ്പമില്ല, നിന്റെ കൂടെ നടക്കും. ഓഹോ, അപ്പൊ ആരും പ്രേമിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് കള്ളമായിരുന്നല്ലേ? അയ്യോ, കള്ളമല്ല, സത്യം. കള്ളമാണ് മോളെ, ഇവൻ പറയുന്ന എല്ലാം കള്ളമാണ്. ആ തെക്കേലത്തെ ശൈലജ ശൈലജയുടെ കാര്യം ഇവിടെ പറയില്ല. പറയൂടാ, ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും പറയും. മോളിത് കേക്കണം. ആ തെക്കേലത്തെ ശൈലജ ഉൾപ്പെടെ 13 പെണ്ണുങ്ങളെ ഇവൻ പ്രേമിച്ചത്. 15 മോളെ, അവന് നെഞ്ചത്ത് കിടക്കുന്ന ടാറ്റു നീ കണ്ടിട്ടുണ്ടാ? ആ, കാണിച്ചു കൊടുക്കടാ. ഇല്ല, എനിക്ക് നാളെ കൈ മാറ്റടോ. കൈ മാറ്റി മനുഷ്യ അങ്ങോട്ട്. ഇത് അമ്മന്നല്ലേ? അമ്മ, എന്റെ അമ്മ, എന്റെ അമ്മന്റെ ജീവനായിരുന്നു. അമ്മ വീറിക്കാതെ ഉയിരില്ലേ. അമ്മ, 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 ഉമ്മ. അവൻ അമ്മൂന്ന് പറഞ്ഞൊരു പെണ്ണുമായിട്ട് പ്രേമത്തിലായിരുന്നപ്പോ കുത്തിയതാണ് ആ ടാറ്റു. എന്നിട്ടിപ്പോ അവള് തേച്ചേച്ച് പോയപ്പം ഉടനെ അത് അമ്മ എന്നാക്കി. പറഞ്ഞു
ഒരു നിമിഷം. എന്താ അമ്മേ? മോളെ ദൈവം രക്ഷിക്കും. നന്നായിട്ട് വരട്ടെ. മോള് പൊക്കോ. പോയി രക്ഷപ്പെടറാ മക്കളെ. അമ്മേ ഞാൻ പോണേ. മോളെ പോവല്ലേ മോളൂസേ. കള്ളം പറഞ്ഞു എന്നുള്ളതൊക്കെ നേരെ. പക്ഷെ നിന്നെ അല്ലാതെ വേറെ ആരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല. എല്ലാ പെണ്ണുങ്ങളോടും പറയുന്നതന്നെ. കൺട്രോൾ. സ്വയം കൺട്രോൾ. ഇപ്പൊ എത്ര വയസ്സാടാ? 30. എന്തോ 31. എങ്ങനെ ഇനി കൂടൂല. മോളെ നീ ഇത് കേക്കണം. ഈ വരുന്ന മകരത്തില് ഇവന് 35 വയസ്സ് തികയും. ഓഹോ, അപ്പൊ മധ്യവയസ്കനായിരുന്നല്ലേ? എപ്പോഴെപ്പോഴൊന്നും ഇടയ്ക്കിടയ്ക്ക് 2 എണ്ണം. അയ്യോ മോളെ പിണങ്ങല്ലേ മോളൂസേ. അമ്മക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ട് ഇത്തിരി മറവിയൊക്കെ ഉണ്ട്. ഓൾഡ് പീപ്പിൾ. അയ്യ ഒരു മണവയില്ല. നിന്നെ പറ്റത് ഞാനാ. ശരിയാണ്, ഞാനൊരു കള്ളനാണ്. പിന്നെ നാട്ടുകാർക്കെല്ലാം അറിയാം. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടല്ല. ഇത് മതി എനിക്ക്. ഇനി പറയാൻ പോണ കള്ളമല്ല. എക്സ്ക്യൂസ് മീ, ഇവിടെ ഒരാൾ ചങ്ക് പൊട്ടി പറയുന്നത് കേൾക്കാൻ പറ്റൂല. ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണമ്മേ ഞാൻ. രോഗി. എനിക്കിനി 6 മാസം കൂടെ ഉള്ള ആയുസ്. ഏറ്റില്ലേ? മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു അന്ത്യാഭിലാഷം കൂടെ ഉണ്ട്. എന്താ മക്കളെ? നിങ്ങൾ എനിക്ക് ഈ വീട്ടിൽ മനസ്സമാധാനം തരണം. സമാധാനം ഒക്കെ തരാം, പക്ഷെ നീ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇവളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാക്കണം? നീ എന്തായാലും 6 മാസം കഴിഞ്ഞാൽ ചാവുമല്ല. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവളെ വിധവയാക്കണോ? ഇവക്കും വേണ്ട ഡെരിക്കൂട്ടൊക്കെയല്ലേ മോളെ? വേണം വേണം. അതൊക്കെ മരിക്കുമ്പോ നോക്കിയാ പോരെ അമ്മേ? പോരാ, നീ ഇന്ന് തന്നെ മാട്രിമോണി പരസ്യം കൊടുക്കണം. എന്ത് പരസ്യം? 6 മാസത്തിനുള്ളിൽ മരിക്കാൻ പോന്ന എന്റെ മകന്റെ വിധവയാകാൻ പോന്ന വരിക്ക് സുന്ദരനായ വരണത്തെ ഇടുന്നു. അയ്യോ, നേരത്തെ ഞാൻ തമാശ പറഞ്ഞതാ, പക്ഷെ ഞാൻ കാര്യമായിട്ടാ. മൂന്നുപേരും കലക്കി. ബാക്കി അവര് 3 പേരും പറയും. ഓക്കെ ഷാജൻ ചേട്ടാ? ഉഗ്രനായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. നിങ്ങൾ മക്കളെ, നിങ്ങൾ അവിടെ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. കാര്യം എന്ത് രസമായിരുന്നു. നല്ല ടൈമിങ്ങും എല്ലാം നന്നായിരുന്നു. ആരിതത്തൻ, നീ പുലി അടച്ചക്കര. ഒരു രക്ഷയില്ല. ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. അമ്മ അവളുടെ മുന്നിൽ വെച്ചാൽ നാട്ടി കുറേ സാധനം. ദിലീപേട്ടന് നമുക്ക് ഇവിടെ, അത് ദിലീപേട്ടനെ കോപ്പി അടിച്ചു എന്നല്ല പറയുന്നത്, ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. ദിലീപേട്ടൻ്റെ ആ എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ, അത് മോൻ്റെ പെർഫോമൻസിൽ നമുക്ക് തോന്നിയായിരുന്നു. ബാലാമണി, എന്തൊക്കെയാണ് സ്കൂളിൽ വേറെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്? മിമിക്രി, മോണോ ആക്ട് ഉണ്ട്. അത് മോളുടെ പെർഫോമൻസിൽ വരുന്നുണ്ട്. അപ്പം അങ്കിൾമാർ പറയുന്ന കുറ്റമായിട്ട് പറയുന്നതല്ല, മനസ്സിലായില്ല. നമ്മളത് മോണോ ആക്ട് നമ്മൾ ചെയ്യുമ്പോൾ മോണോ ആക്ടിൻ്റെതായ ഒരു ശൈലി വേണം. അപ്പം നമ്മൾ 2-3 ക്യാരക്ടേഴ്സ് നമ്മൾ മാറി മാറി ചെയ്യുമ്പം ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് എക്സ്ട്രാ ചെയ്യണം. ഒരു അമ്മൂമ്മ വരുവാണെങ്കിൽ എന്നതാടാ മോനെന്നൊക്കെ അത് പറയണം. അച്ഛൻ വരുമ്പോൾ നമ്മൾ വേറൊരു ബോഡി ലാംഗ്വേജ് പിടിക്കണം. അതൊന്ന് ഇല്ലാതെ നോക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോ ആക്ട് ചെയ്യുമ്പോഴത് പക്കയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും കുറച്ചൊന്ന് ഒതുക്കി ചെയ്യാൻ നോക്കണം. തീർത്ത നന്നായിരുന്നു മോളെ കേട്ടോ. ആ ഒരു വൈഫിൻ്റെതായിട്ടുള്ള ആ ഒരു മെച്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്തു. കുഞ്ഞു കൊച്ചാണോ കുഞ്ഞു മോളാണെന്ന് അറിയാം. അടുത്ത തവണ വരുമ്പം ഇതിലും ഗംഭീരമാകാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സാധാരണ നമ്മുടെ സ്റ്റേജിലൊക്കെ ഒരുപാട് വന്നു പോകുന്ന ഒരു സബ്ജക്റ്റാണ് അമ്മായിമ്മ മരുമോള് പ്രശ്നങ്ങൾ. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരുമോളെ സ്നേഹിക്കുന്ന അമ്മായിമ്മ മോനെ എങ്ങനെയും ഒറ്റപ്പെടുത്തണം. സത്യം, ഒരു പ്രത്യേകത അമ്മ അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഇതാണ്. പക്ഷേ നിങ്ങൾ 3 പേരും കൂടെ ആ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. 3 പേരും എൻ്റെ കാഴ്ചപ്പാടിൽ 3 പേരും നല്ല രീതിയിൽ ചെയ്തു. നല്ല ഭാവിയുള്ള 3 മക്കളാണ് നിങ്ങൾ. താങ്ക് യു ആസിസ്ക. അറിയാൻ പോതാ പയ്യന്റെ ഈ ചെറുക്കന്റെ പെർഫോമൻസ് വെറുതെ അല്ല. നമ്മളൊക്കെ തിരുവനന്തപുരത്ത് കിടന്നിട്ട് വിജയുടെ പടത്തിൽ ഇവനെ വിളിച്ചത് അല്ലേ? തീർച്ചയായിട്ടും. മക്കളെ റിഹേഴ്സൽ ചെയ്തപ്പോ മോളെ സൗണ്ട് ഇങ്ങനെ ആയതാണ്? അതാ മോളെ സൗണ്ട് ഇങ്ങനെയാണോ? അല്ലല്ല, റിഹേഴ്സൽ ചെയ്തതായത് ആണല്ലേ? അതായത് ഒരു അമ്മയുടെ അതേ അല്ലേ വോയിസ്? ഇപ്പൊ മറ്റേ മോണോ ആക്ട് അല്ലേ നമ്മൾ ചെയ്യണം?
മോണാക്ട് അല്ലേ? സ്റ്റേറ്റില് എ ഗ്രേഡ്. പക്ഷെ ഗംഭീര, എനിക്ക് ഭയങ്കര എന്റെ സ്റ്റേറ്റില് A grade. അതിന് നല്ലൊരു കൈ ഇട്ട് കൊടുക്കണം. സ്റ്റേറ്റിൽ എ ഗ്രേഡ് അഭിനയത്തിന് ഇനി സ്റ്റേറ്റ് മത്സരിക്കാൻ പോവാ. അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ വെരി ബെസ്റ്റ്. അങ്കിളിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ ഇതുപോലെ ഗംഭീരമായിട്ടുള്ള സ്കിറ്റുകളായിട്ട് വരണം. എല്ലാ പ്രാർത്ഥനകളും കേട്ടോ. ആദ്യത്തെ മാർക്സ് ആരാ പറയുന്നേ? അസിസിക്ക പറഞ്ഞോ. ഞാൻ നിങ്ങൾക്ക് 7 മാർക്ക്. 7 മാർക്ക്. 7 മാർക്ക് എന്ന് പറഞ്ഞാൽ 7,000 രൂപയാണ്. 1000 രൂപയാ. അപ്പൊ എത്രയായി? 7,000. അവൻ ഇപ്പോഴാണ് സന്തോഷമായത്. 7 മാർക്ക്. 7,000 എന്ന് പറയുമ്പോൾ സന്തോഷമായി. എന്റെ വകയായിട്ട് ഒരു 5,000 രൂപ അങ്ങ് തരികയാണ്. അപ്പൊ 5 മാർക്ക്. അപ്പൊ എത്ര? 7 5 12 ധൈര്യമായിട്ട് പറ. 12. ഉറപ്പാണോ? നസീർക്കയുടെ മാർക്ക് കൂടെ ചേർത്ത് ഇപ്പൊ ടോട്ടൽ എമൗണ്ട് വരും. നോക്കിക്കോ. അപ്പൊ നസീർക്ക് തന്ന മാർക്ക് എത്ര? 20,000 രൂപ. വെൽ ഡൺ മൈ ബോയ്. 8. സത്യം പറയാതെങ്കിൽ എങ്ങനെ പഠിച്ചു? നിനക്ക് നേരത്തെ കണക്കറിയത്തില്ലായിരുന്നല്ലോ. ഞാൻ ഇങ്ങനെ കുറച്ച് കയ്യും കാലും ഉപയോഗിച്ചു. കൈക്കിലൊക്കെ കുറച്ചത് 8 കുറച്ച്. അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര കിട്ടി? 20,000. ഈ സന്തോഷത്തി ആയിരത്തിന്റെ ഒരു നാടൻ പാട്ട്. നാടൻ പാട്ട് പാടാം. ഓക്കെ. ഇളക് ഇളകിളക് ഇളക് നാഗേ ഇളക് ഇളകന്റെ മണിശീലേ ഇളക് ഇളകിളക് ഇളക് നാഗേ ഇളക് ഇളകന്റെ മണിശീലേ മുമ്പിലെ കയ്യും കുത്തി മുടിയൂലർത്ത് ആലവട്ടം വെഞ്ചാമരം വിഷും പോലെ ഇളക് ഇളകിളക് ഇളക് നാഗേ ഇളക് ഇളകന്റെ മണിശീലേ. കലക്കി. അപ്പൊ നമുക്കിനി അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ. അപ്പൊ ഇത് ഐറ്റം വേറെ. ബൈ. അതുപോലെ ഒരുപാട് ചിരിച്ചു. 1 മണിക്കൂറിൽ കൂടുതൽ ചിരിക്കരുത്, നമ്മൾ സീനായി പോകും. അങ്ങനെ ഞങ്ങൾക്ക് ചിരിച്ചിരിച്ച് വയ്യ, പോകേണ്ട സമയമായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് ആസ് യൂഷ്വൽ ഇന്നത്തെ എപ്പിസോഡ്? നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും കൂടുതലാണ് ഓരോ എപ്പിസോഡിലും നമ്മുടെ ടീമുകൾ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്ന അഭിപ്രായങ്ങളും അതുപോലെ തന്നെയാണ്. അതാണ് നമുക്ക് ഏറ്റവും അധികം നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം. എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും നമ്മൾ എന്താണ് ഇത് മതി എന്ന് ഒരിക്കലും നമ്മൾ നമ്മുടെ ടീമുകളോട് പറയുന്നില്ല. ഇപ്പം നമ്മൾ അവരോടെല്ലാം പറയുന്നത് ഇത് പോരാ എന്നാണ് നമ്മൾ വേണം. അതേ കാര്യം നമ്മൾ മാക്സിമം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എത്രത്തോളം ഭംഗിയാക്കി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഓരോ മനുഷ്യന്റെയും ഓരോ മണിക്കൂർ വിലയുള്ളതാണ്. വിലയുള്ള ആ 1 മണിക്കൂർ നമ്മൾ സന്തോഷം കൊണ്ട് അവരെ നിറയ്ക്കുക. അത്രേ ഉള്ളൂ. കാരണം പ്രേക്ഷകരെ പോലെ ഏറ്റവും ഭാഗ്യവാൻ നമ്മൾ 3 പേരുമാണ്. കാരണം സാധാരണ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഞങ്ങൾ 5 പൈസ കൊടുക്കാതെ ഇരുന്ന് ചിരിച്ച് അങ്ങോട്ട് കാശ് കൊടുക്കും, ഇങ്ങോട്ട് കാശ് തന്നിട്ട് നമ്മളിവിടെ കിടന്ന് അസാധ്യമായിട്ട് കിടന്ന് ചിരിക്കുന്നു. ഒരുപാട് ഹാപ്പിയാണ്. ഇനിയും നല്ല നല്ല സ്കിറ്റുകൾ വരട്ടെ. അടിപൊളി. ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട 1 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. അതിന് പ്രതിഫലമായിട്ട് ഞങ്ങൾ ഇഷ്ടംപോലെ ചിരി സമ്മാനിക്കാനുള്ള കൗണ്ടേഴ്സും ക്വാളിറ്റി സ്കിറ്റും സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ആയിട്ട് വരും. ഇന്നല്ല, ഇനി അടുത്ത ദിവസം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം റീഗൽ ജുവൽസ് പ്രസൻസ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. കോമഡി ഇത് ഐറ്റം